ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ റയലിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇറ്റാലിയൻ കരുത്തരായ യുവന്റസിനെ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കാൻ റയലിന് കഴിഞ്ഞിട്ടുണ്ട്. യുവ സൂപ്പർ താരമായ ഗോൺസാലോ ഗാർഷ്യ നേടിയ ഏക ഗോളാണ് ഇപ്പോൾ റയലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നിരുന്നില്ല. പിന്നീട് രണ്ടാം പകുതിയുടെ 54-ാമത്തെ മിനിറ്റിലാണ് വിജയ ഗോൾ പിറന്നത്. അതായത് അലക്സാണ്ടർ അർണോൾഡിന്റെ ഒരു കിടിലൻ ക്രോസ് വരുന്നു. അത് കിടിലൻ ഹെഡറിലൂടെ ഗോൺസാലോ ഗാർഷ്യ വലയിലേക്ക് എത്തിക്കുന്നു. ആ ഗോളാണ് റയലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഗാർഷ്യ ഇപ്പോൾ മിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 മത്സരങ്ങൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിച്ച ഈ സ്ട്രൈക്കർ 3 ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിൽ റയൽ മാഡ്രിഡും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് ഫെഡെ വാൽവർദെയാണ്. നിരവധി മുന്നേറ്റങ്ങൾ റയൽ നടത്തിയിട്ടുണ്ട്. ആകെ 21 ഷോട്ടുകൾ, 11 ഷോട്ടുകൾ ടാർഗറ്റിലേക്കായിരുന്നു. 5 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ റയലിന് കഴിഞ്ഞു. 4 എണ്ണവും അവർ മിസ്സാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു താരം കൂടിയുണ്ട്. അതായത് യുവന്റസിന്റെ ഗോൾ കീപ്പറായ ഗ്രിഗേറിയോ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു മികവ് തന്നെയാണ് റയലിനെ കൂടുതൽ ഗോളുകൾ നേടുന്നതിൽ നിന്നും വിലക്ക് നിർത്തിയിട്ടുള്ളത്. അല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ഗോളുകൾ യുവന്റസിന് വഴങ്ങേണ്ടി വരുമായിരുന്നു. ഏതായാലും ഒരു മികച്ച വിജയം തന്നെയാണ് റയൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ക്വാർട്ടറിൽ ആരായിരിക്കും റയലിന്റെ എതിരാളികൾ എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. മിക്കവാറും അത് ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആയിരിക്കും. കാരണം ഇപ്പോൾ മോണ്ടറിയും ബൊറൂസിയയും തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. 25 മിനിറ്റുകൾ പിന്നിട്ടപ്പോൾ 2 ഗോളിന് ബൊറൂസിയ മുന്നിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബൊറൂസിയ തന്നെ റയലിന്റെ എതിരാളികളായിക്കൊണ്ട് വരാനാണ് ഇവിടെ സാധ്യതകൾ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.